താമരശ്ശേരി ആറ്റുതറ സ്വദേശി അനൂപ് കുമാർ എന്ന 40-കാരൻ 2009 സെപ്റ്റംബർ 30-നാണ് അനൂപിന്റെ ജീവിതം ദുരിതത്തിലാക്കിയ ദുരന്തം സംഭവിച്ചത്. തിരൂർ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മരപ്പണിക്കാരനായ അനൂപ് കുമാർ കുന്നംകുളത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു വീഴ്ചയുടെ രൂപത്തിൽ ദുരന്തം ഇദ്ദേഹത്തോടൊപ്പം കൂടിയത്. പുറപ്പുറത്തു നിന്നും താഴേക്ക് വീണതിനെ തുടർന്ന് നട്ടെല്ലിന് പൊട്ടലേൽക്കുകയും യുവാവിന്റെ സുഷുമ്നാ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിൽ നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്തു. 1 മാസം ഇവിടെ കിടത്തി ചികിത്സയ്ക്കും വിധേയനാക്കപ്പെട്ടു. സുഷുമ്നാ നാഡി തകർന്നത് കാരണം പിന്നീട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും അനൂപിനെ കൈയൊഴിയുകയായിരുന്നു. ശേഷമുള്ളതെല്ലാം വിറ്റുപിറക്കി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയും ആരംഭിച്ചു. ഭാര്യയുടെ താലിമാല പോലും പണയപ്പെടുത്തി നടത്തിയ ചികിത്സയിൽ ഫലം ലഭിക്കാതെ വന്നപ്പോൾ വീട്ടിലേക്ക് തന്നെ അനൂപ് കുമാറിനെ കൊണ്ടുവരികയായിരുന്നു. പിന്നീട് പല ചികിത്സകളും നടത്തി നിർധനരായ കുടുംബം കടക്കെണിയിലായി. ഇതൊന്നും അറിയാതെയാണ് 1.5 വർഷത്തോളം ജീവച്ഛവമായി അനൂപ് കുമാർ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടന്നിരുന്നത്. ഇതിനുശേഷമാണ് തിരുനാവായയിലെ ചങ്ങമ്പള്ളി മുഹമ്മദ് ഗുരുക്കളെ കുറിച്ച് ബന്ധുക്കൾ അറിയുന്നത്. അങ്ങനെ ഗുരുക്കളിൽ വിശ്വാസമർപ്പിച്ച അനൂപ് കുമാറും ഭാര്യയും കുഞ്ഞും കൊടക്കലിലെ മർമ്മ ചികിത്സാലയത്തിലെത്തി അനൂപിന് ചികിത്സ ആരംഭിച്ചു. കട്ടിലിൽ കിടക്കാൻ മാത്രം കഴിയാമായിരുന്ന ഇദ്ദേഹം ഗുരുക്കളുടെ 45 ദിവസത്തെ ചികിത്സ കൊണ്ട് വാക്കറിൽ പിടിച്ചുവെച്ച് നടന്നു തുടങ്ങി. ഇപ്പോൾ പരസഹായമില്ലാതെ അനൂപിന് നടക്കാം. ദശമുറി എന്ന ചികിത്സാ രീതിയാണ് താൻ അനൂപിന് നൽകിയതെന്നും സുഷുമ്നാ നാഡി തകർന്നാൽ എണീറ്റ് നടക്കാൻ കഴിയുക എന്നത് അത്ഭുതമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടതായും മുഹമ്മദ് ഗുരുക്കൾ പറഞ്ഞു. അദ്ദേഹം ഉയർത്തുന്ന വീണിട്ട് നട്ടലിന് ക്ഷതം, നട്ടല് പൊട്ടുകയും സുഷുമ്നാ നാഡി ചതവ് സംഭവിക്കുകയും ചെയ്ത കാരണമാണ് അദ്ദേഹത്തിന്റെ താഴെ ഭാഗത്ത് തകരാനുള്ള കാരണം. ഇപ്പോൾ 28 ദിവസം അതിന്റെ ചികിത്സ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കാലിന് ശക്തി കിട്ടുകയാണ്. ഗുരുക്കളുടെ ചികിത്സാ ഫലത്തെ കുറിച്ച് അനൂപിനും ഭാര്യയ്ക്കും 2 അഭിപ്രായമില്ല. എന്റെ മോനെ വീണു മെഡിക്കൽ കോളേജിൽ 1 മാസം തിരിച്ചു. പിന്നെ 2 കൊല്ലം ശേഷം ഇവിടെ വന്നു. 1 കൊല്ലം ശേഷം ഞാൻ ബാത്റൂമിൽ നടന്നു തുടങ്ങി. കാല് ശരീരം കിട്ടി. ബാത്റൂമിൽ പോണ കാര്യങ്ങളൊക്കെ ശരിയായി. ഒരാൾ സഹായം വേണ്ട. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നടക്കും. ടൗൺ കോളേജ്, അത് കഴിഞ്ഞ് പിന്നെ ജൂബിലി മിഷൻ, അത് കഴിഞ്ഞ് 2 കൊല്ലം ശേഷം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടാണ് നടത്തത്തിനൊക്കെ ആയാസം ചലനം കെട്ടി കുഴപ്പമില്ല. നമുക്ക് ഇടുക്കിലായിരുന്നു. ഇടുക്കലാണ് കൊണ്ട് കെട്ടിയായിരുന്നു ഇരുത്തിയായിരുന്നു. കൊണ്ടിരിക്കാൻ പറ്റി. 3 മാസം കൊണ്ട് കഴിയുന്ന 2 മാസം കൊണ്ട് അനൂപ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു പോകുമെന്നും ഗുരുക്കൾ പ്രത്യാശിക്കുന്നു. കൂലിത്തൊഴിലാളി കുടുംബത്തിലെ അംഗമായതിനാൽ തന്നെ ഉള്ള കിടപ്പാടവും താലിമാലയും ഉൾപ്പെടെ പണയപ്പെടുത്തിയാണ് ഇത്രയും കാലം ചികിത്സിച്ചത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് അനൂപ് കുമാറും ഭാര്യ രാധികയും. അച്ഛൻ അപകടത്തിൽപ്പെട്ട ദിനത്തിലാണ് ഭാര്യ രാധിക മകളായ ആതിരയ്ക്ക് ജന്മം നൽകിയത്. പിച്ചവെച്ചു തുടങ്ങിയ ആതിര ഇന്ന് അച്ഛന് മുന്നിൽ നടന്ന് വഴികാട്ടിയാവുകയാണ്. സമീർ സ്റ്റാർ, മലബാർ ന്യൂസ്, തിരൂർ.